തൃശൂർ മുപ്പിളിയിൽ കാട്ടാനകൾ ഇറങ്ങി. പാലപ്പള്ളി ചൊക്കാന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപമാണ് കാട്ടാനകൾ ഇറങ്ങിയത്. റോഡിൽ 1 മണിക്കൂറോളം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കാട്ടാനകൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളും ലഭ്യമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, രാവിലെയാണ് ഈ മേഖലയിൽ 4ഓളം വരുന്ന കാട്ടാനകൾ സംഘമായി ഈ പ്രദേശത്ത് ഇറങ്ങിയത്. പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപമാണ് ഈ കാട്ടാനകൾ ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ കാട്ടാനകൾ റോഡിന് സമീപത്തെ കാടിനോട് ചേർന്ന ഭാഗത്ത് പുല്ല് തിന്ന് നിൽക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് ആനകൾ ഒരു 11 മണിയോടെ റോഡിലേക്ക് ഇറങ്ങിയത്. ഈ റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ആനയെ കാണാൻ നിരവധി ആളുകൾ പ്രദേശത്ത് എത്തി. ഇതോടെ ആനകൾ പരിഭ്രാന്തരായി റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു എന്നാണ് വനപാലകർ പറയുന്നത്. എന്തായാലും ഈ സംഭവം അറിഞ്ഞതോടുകൂടി വനപാലകർ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിലെയും അതുപോലെ മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെയും വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു. സ്ഥലത്തെത്തിയ ആനകളെ റോഡിൽ നിന്ന് സമീപത്തേക്ക് മാറ്റി ആനകൾ വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിച്ചു. റോഡിന് സമീപത്തുള്ള ഈ പുല്ല് വളർന്നു നിൽക്കുന്ന മേഖലയിൽ നിലയുറപ്പിച്ചു. പുല്ല് മേഞ്ഞ് ആനകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചു. എന്തായാലും ഇതോട് ഈ ആനകളെ കാട് കയറ്റാനായി തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ വനപാലകരും ഏറെ നേരം പരിശ്രമിച്ചു. രാവിലെ 11 മണിയോടെ തുടങ്ങിയ പരിശ്രമം വിജയം കാണാതെ ഏകദേശം വൈകിട്ടോടെയാണ് ഈ ആനകളെ മുപ്പിളി പുഴ കടത്തി അപ്പുറത്തുള്ള കാട്ടിലേക്ക് വിടാനായത്. വനപാലകർ പറയുന്നത് ഈ മേഖലയിൽ സ്ഥിരം ആനകളുടെ ഒരു വഴിത്താരയുണ്ട്. റോഡ് കാടിന് നടുവിൽ കൂടെയാണ് ഈ ഭാഗത്തുള്ള റോഡ്. അതുകൊണ്ട് തന്നെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ആനകൾ കടക്കുന്ന അല്ലെങ്കിൽ ഇടമുറിച്ച് കടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ആനകൾ വരുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള പുല്ല് വളർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആനകൾ പുല്ല് മേയാനായി ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആനകൾ ഇറങ്ങുന്നതിൽ അത്ര അസ്വാഭാവികത ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആളുകൾ ഈ ആനകളെ കാണാനായി നിന്നതാണ് ആനകൾ 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിക്കാനുണ്ടായ കാരണമെന്നാണ് വനപാലകർ പറയുന്നത്. എന്തായാലും തോട്ടം തൊഴിലാളികളുടെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഇടപെടലിലൂടെ ഏറെ നേരം പണിപ്പെട്ട് വൈകിട്ടോടെ ആനകളെ കാട് കയറ്റാനായി. മറ്റു നാശനഷ്ടങ്ങളൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള മേഖലയാണ്. ഇവർ കടുത്ത ഭയപ്പാടിലാണ് ഈ സംഭവത്തെ നോക്കി കാണുന്നത്. എന്തായാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ ആനകൾ കാട് കയറി എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഫിജി. അനീഷ്, തൃശൂർ മുപ്പിളിയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്.